നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാത വേളയ്ക്കായി കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാതത്തിൽ കർത്താവിൻ്റെ സന്നിധിയിൽ ഒരുമിച്ച് കടന്നു വരുവാൻ സർവശക്തനായ സർവകൃപാലുവായ ദൈവം ആയുസ്സിൻ്റെ ഒരു ദിനം കൂടെ നൽകിയതിനെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാതത്തിൽ ദൈവസന്നിധിയിലായിരിക്കുന്ന എല്ലാ അഭിഷിക്തന്മാർക്കും കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹവും ക്രിസ്തീയ വന്ദനവും അറിയിക്കുന്നു. പ്രത്യേകാൽ ലോകരാജ്യങ്ങളിലിരുന്ന് യൂട്യൂബ് ചാനൽ വഴി ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ അഭിഷിക്തന്മാർക്കും കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. കർത്താവ് നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പ്രഭാതത്തിൽ അല്പനിമിഷം ധ്യാനിപ്പാൻ എസ്ത്രയുടെ പുസ്തകം 8-ാമത്തെ അധ്യായം 21-ാമത്തെ വാക്യം. എസ്ത്രയുടെ പുസ്തകം 8-ാമത്തെ അധ്യായം 21-ാമത്തെ വാക്യത്തിലേക്ക് നിങ്ങളെ ശ്രദ്ധയെ ക്ഷണിക്കുന്നു. അനന്തരം ഞങ്ങളുടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഞങ്ങളെ തന്നെ താഴ്ത്തേണ്ടതിനും ഞങ്ങൾക്കും ഞങ്ങളുടെ കുഞ്ഞു കുട്ടികൾക്കും ഞങ്ങളുടെ സകല സമ്പത്തിനും വേണ്ടി ശുഭയാത്ര അവനോട് യാചിക്കേണ്ടതിനും ഞാൻ അവിടെ അഹവ ആറ്റിൻ്റെ അരികത്ത് വച്ച് ഒരു ഉപവാസം പ്രസിദ്ധീകരിച്ചു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവവചനമാണ്. നമുക്കറിയാം, 21-ാമത്തെ വാക്യം മുതൽ അവൻ ഒരു ഉപവാസം ആചരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ 21-ാമത്തെ വാക്യം മുതൽ അവൻ നമ്മൾ ചിന്തിക്കുമ്പോൾ തുടർന്നുള്ള 36 വാക്യങ്ങൾ എസ്ത്ര ദൈവസന്നിധിയിൽ, എസ്ത്ര മാത്രമല്ല, എസ്ത്രയുടെ കൂടെയുള്ള തൻ്റെ കുടുംബം, തൻ്റെ കുഞ്ഞുങ്ങൾ, തങ്ങളുടെ സമ്പത്ത്, ആടുമാടുകൾ, മൃഗസമ്പത്തുകൾ സകലത്തെയും സൂക്ഷിക്കേണ്ടതിന് എന്ത് ചെയ്യുന്നു? ദൈവത്തിൻ്റെ സന്നിധി എന്ത് ചെയ്യുന്നു? താഴ്ത്തി ഏൽപ്പിക്കുക. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ദൈവത്തിൻ്റെ സന്നിധിയിൽ എസ്ത്ര ഇതെല്ലാം പേര് പറഞ്ഞ് ആമേൻ ദൈവസന്നിധിയിൽ ഒന്ന് താഴ്ത്തുകയാണ്. സ്തോത്രം. താഴ്ത്തേണ്ടതിനും ഞങ്ങൾക്കും. കണ്ടോ അവിടെ വായിച്ചത്? ആമേൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഞങ്ങളെ തന്നെ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ എസ്ത്ര മാത്രമല്ല, അവിടെ എസ്ത്രയോട് ഉൾപ്പെട്ട് നിൽക്കുന്ന ഒരു വലിയ ജനസാഗരമുണ്ട്. അവരെല്ലാവരെയും കൂടെ ഉൾപ്പെടുത്തി പറയാ, ഞങ്ങളുടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ. ആമേൻ, ഹല്ലേലൂയ. ഞങ്ങളുടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഞങ്ങളെ തന്നെ താഴ്ത്തേണ്ടതിനും. ഹല്ലേലൂയ. അപ്പോൾ ഉപവാസം എന്ന് പറയുന്നത് അവരെ തന്നെ ഒന്ന് താഴ്ത്തി കൊടുക്കുക. പ്രൈസ് ദി ലോർഡ്. ആമേൻ. കഴുതയുടെ പുറത്ത് യേശു കർത്താവ് കയറുമ്പോൾ അതുവരെ ചേറിൽ കിടന്ന കഴുത അതുവരെ ആമേൻ നിലത്ത് ആമേൻ മ്ലേച്ഛമായ സ്ഥലങ്ങളിൽ കൂടെ കാൽപാദങ്ങൾ ചലിപ്പിച്ച് മുമ്പിലോട്ട് പോകുന്ന കഴുത, യേശു കഴുതയുടെ പുറത്ത് കയറിയിരിക്കുമ്പോൾ കഴുതയുടെ തല താഴ്ത്തി. പ്രൈസ് ദി ലോർഡ്. യേശു വരുന്നത് ജനം ആരവത്തോടെ ആർത്ത് വിളിക്കുകയാണ്. മാത്രവുമല്ല, കുരുത്തോലകൾ, വിലപിടിപ്പുള്ള വസ്ത്രങ്ങൾ, അങ്ങനെ പല നിലയിലുള്ള കാര്യാദികൾ. കഴുതയുടെ കാൽപാദം ഇനി എന്ത് ചെയ്യരുത്? ചെളിയിൽ അല്ലെങ്കിൽ ചേറിലൊന്നും ചവിട്ടാൻ പാടില്ല. കാരണം എന്താ? കഴുതയെ മാനിച്ചതല്ല, കഴുതയുടെ പുറത്തിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിനെ ജനം കണ്ടപ്പോൾ ആമേൻ കഴുതയുടെ ജീവിതത്തിൽ വന്ന മാറ്റം കണ്ടോ? ഇന്ന് പകലിൽ എവിടെയൊക്കെ നമ്മളൊന്ന് താഴ്ത്തി കൊടുക്കുമോ,
അവിടെ ഒരു വലിയ റിസൾട്ട് ഇന്ന് പകൽക്കാലം ചില കുടുംബങ്ങളിൽ അനുഭവിക്കാൻ പോകുകയാണ്. ദൈവ പൈതലേ, എന്നെ കേൾക്കുന്ന അഭിഷക്തന്മാരെ, അഭിഷക്തമാരെ, കുഞ്ഞുങ്ങളെ, നിങ്ങൾ കുടുംബമായി ദൈവസന്നിധിയിൽ താഴ്ത്തി ഏൽപ്പിക്കണം. ബുദ്ധിമുട്ടുള്ള കാര്യമാ, പക്ഷേ അതിൽ കൂടെ വരുന്ന ഒരു വലിയ മഹത്വമുണ്ട് കേട്ടോ. നോക്കിക്കേ, 22-ാമത്തെ വാക്യത്തിൽ, ഞങ്ങളുടെ ദൈവത്തിൻ്റെ കൈ അവനെ അന്വേഷിക്കുന്ന ഏവർക്കും. കണ്ടോ, ആർക്കാണ് വരുന്നത്? താഴ്ത്തി ഏൽപ്പിക്കുക മാത്രമല്ല, ദൈവത്തിൻ്റെ കൈ അവനെ അന്വേഷിക്കുന്ന ഏവർക്കും. ഉണ്ടോ? അപ്പൊ ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാന്മാരുണ്ടോ എന്ന് കാണാൻ ദൈവത്തിൻ്റെ കണ്ണ് സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഊടാടി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഈ പ്രഭാതത്തിൽ ആമേൻ, ദൈവത്തിൻ്റെ കൈ അവനെ അന്വേഷിക്കുന്ന ഏവർക്കും അനുകൂലമായും. ആദ്യത്തെ വാക്ക് കുഴപ്പമില്ല, നല്ല രസമാണ്. ദൈവത്തെ ആമേൻ ആരാധിക്കുന്ന, ദൈവത്തിൻ്റെ സന്നിധിയിൽ ചേർന്ന് നിൽക്കുന്ന, ദൈവമാണ് എൻ്റെ എല്ലാം 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 എന്ന് പറയുന്ന അവർക്ക് ദൈവത്തിൻ്റെ കൈ എങ്ങനെ ഇരിക്കും? അനുകൂലമായിരിക്കും, ഉറപ്പാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് എസ്ത്ര ദൈവസന്നിധിയിൽ തങ്ങളെ തന്നെ ഒന്ന് താഴ്ത്തി കൊടുത്തത്. എവിടെ താഴ്മയുണ്ടോ അവിടെ ദൈവപ്രവൃത്തി വെളിപ്പെടും. നോക്കൂ, ഹല്ലേലൂയ. അനുകൂലമായും അവനെ ഉപേക്ഷിക്കുന്ന ഏവർക്കും പ്രതികൂലമായും ഇരിക്കുന്നു. കണ്ടോ? അപ്പോ ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവവചനത്തെ ചേർത്ത് പിടിക്കുന്നവർക്ക്, സഭയെ ചേർത്ത് പിടിക്കുന്നവർക്ക്, ദേശത്തെ ചേർത്ത് പിടിക്കുന്നവർക്ക്, ദൈവവചനത്തെ ചേർത്ത് പിടിക്കുന്നവർക്ക്, ഉപവാസത്തെ ചേർത്ത് പിടിക്കുന്നവർക്ക്, ഉപദേശത്തെ ചേർത്ത് പിടിക്കുന്നവർക്ക് സകലവും അനുകൂലമായിരിക്കും. നിന്റെ യാത്രകൾ, നിന്റെ ഉപജീവന വഴികൾ, നിന്റെ വ്യക്തിപരമായ ജീവിതങ്ങൾ, നിങ്ങളുടെ കുടുംബ ജീവിതങ്ങൾ, നിങ്ങളുടെ തലമുറകളുടെ വിദ്യാഭ്യാസങ്ങൾ, നിങ്ങളുടെ തൊഴിൽ മേഖലകൾ, നിങ്ങളുടെ ആത്മീക മേഖലകൾ, ആത്മീക മണ്ഡലങ്ങൾ എല്ലാം അനുകൂലമായിരിക്കും. പ്രൈസ് ദി ലോർഡ്. പക്ഷേ ദൈവത്തെ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ ആ കരം നിങ്ങൾക്ക് എന്ത് ചെയ്യും? അതേ കരം തന്നെ പ്രതികൂലമായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നോക്കൂ, ഞങ്ങൾ രാജാവിനോട് പറഞ്ഞുകൊണ്ട്, പ്രൈസ് ദി ലോർഡ്, വഴിയിൽ ശത്രുവിൻ്റെ നേരെ ഞങ്ങൾക്ക് തുണയായിരിക്കേണ്ടതിന് ആമേൻ പടയാളികളെയും കുതിരച്ചേവകരെയും രാജാവിനോട് ചോദിപ്പാൻ ഞാൻ ലജ്ജിച്ചിരുന്നു. ദൈവം ഉണ്ടെങ്കിൽ പിന്നെ ഏത് കുതിരപ്പട ഉണ്ടെങ്കിലും അതൊന്നും അവിടെ എറിക്കത്തില്ല. ദൈവ സാന്നിധ്യമുണ്ടെങ്കിൽ, എൻ്റെ യേശുപ്പച്ചൻ്റെ കരമുണ്ടല്ലോ, അത് അനുഭവിച്ചു കഴിഞ്ഞാൽ ആ കരത്തിൽ നിന്ന് വരുന്ന അനുഗ്രഹങ്ങൾ അനുഭവിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും വേറൊരു കരത്തിലേക്ക് നമ്മൾ ആശ്രയിക്കത്തില്ല. സ്തോത്രം. എൻ്റെ കർത്താവ് പല നിലയിൽ നിന്നെ ഹെൽപ്പ് ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഏതെല്ലാം നിന്റെ ആവശ്യമുണ്ടോ ആ ആവശ്യങ്ങളുടെ മധ്യമെല്ലാം നമ്മുടെ കർത്താവ് ഇറങ്ങി നിൽക്കും. കാരണം നിന്റെ പുറമേ അല്ല കാണുന്നത്, നിന്റെ അകത്തെ കാഴ്ചപ്പാട് നല്ലവണ്ണം മനസ്സിലാക്കുന്ന നിന്നെ സൃഷ്ടിച്ചവനായ ദൈവത്തിന് മാത്രമേ കഴിയൂ. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ലഭിക്കുന്ന സമയം, ഹല്ലേലൂയ, കർത്താവിൻ്റെ സന്നിധിയിൽ മുഴങ്കാലിരുന്ന് തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, തലമുറകളെയും കുടുംബത്തെയും താഴ്ത്തിയേൽപ്പിക്കാൻ ഇന്ന് പകൽക്കാലം ഈ സന്ദേശം കേൾക്കുന്ന ആരെങ്കിലും തയ്യാറാണെങ്കിൽ നിന്റെ തലമുറകളുടെ, നിന്റെ കുടുംബത്തിൻ്റെ വിഷയങ്ങളെ മാറ്റി എഴുതുവാൻ ഈ വചനത്താൽ ദൈവത്തിന് കഴിയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന് കഴിയും. ദൈവ പൈതലേ, അങ്ങനെയെങ്കിൽ നിങ്ങളുടെ കണ്ണുകളെ നമുക്ക് അടയ്ക്കാം. സ്തോത്രം. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. എല്ലാ കണ്ണുകളും അടച്ചാട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗീയ നല്ല പിതാവേ, ഞങ്ങൾ ഇന്ന് പകൽക്കാലം ഉപവാസത്തോടും പ്രാർത്ഥനയോടും അങ്ങയുടെ സന്നിധിയിൽ കടന്നു വരുന്നു. സ്വർഗ്ഗം ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യണം. ശത്രുക്കളുണ്ട്, പതിയിരിപ്പുകാരുണ്ട്,
സ്തോത്രം. എന്നാൽ അതിൻ്റെ മധ്യത്തിൽ ആമേ സൂക്ഷിക്കുന്ന ഒരു ദൈവം ഞങ്ങളുടെ മധ്യേ ഇരിക്കുന്നതിനായി സ്തോത്രം. കൃപയിൽ പൊതിയണം, അത്ഭുതം ചെയ്യും. യേശുവിൻ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.